അത് ഈ സഹകരണം നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഷാങ്ഹായ് സഹകരണം നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ട് പലതരത്തിൽ പല സാഹചര്യങ്ങളിൽ പ്രശ്നത്തിലകപ്പെട്ടിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ഇതിൽ ഉൾപ്പെടുന്ന രാജ്യമാണ്. പക്ഷേ പാകിസ്ഥാനുമായി വേണ്ട അത്ര അടുപ്പത്തിലല്ല ഇന്ത്യയുടെ പോക്ക്. അപ്പുറത്ത് ചൈനയുമായി ഇതിനിടയ്ക്ക് പ്രശ്നം 2020 ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്ക്. അതിനുശേഷം വളരെ ബുദ്ധിമുട്ടിയാണ് ചൈനയുമായുള്ള സഹകരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ റഷ്യയുമായി തരക്കേടില്ലാത്ത ഒരു സഹകരണത്തിലേക്ക്, അതായത് മുമ്പും ഇന്ത്യയും റഷ്യയും തമ്മിൽ ചരിത്രപരമായ ഒരു സഹകരണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ റഷ്യയുമായി വളരെ വേഗത്തിൽ സഹകരണം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള എണ്ണ വാങ്ങുന്നു എന്നുള്ളത് അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യം. പക്ഷേ ഇതൊക്കെ തന്നെയാണോ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഈ കടുത്ത ഈ പ്രതികാര തീരുവ ഏർപ്പെടുത്താനുള്ള കാരണം എന്നത് നമ്മൾ ഇനിയും കുറേ കാലം കൂടി കഴിയുമ്പോൾ വ്യക്തമാവേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പല തരത്തിലുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ സമീപനവുമായി ബന്ധപ്പെട്ടുള്ളത്, അതായത് ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം സതീഷും അത് കണ്ടിട്ടുണ്ടാവണം. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൊബേലിന് ശുപാർശ ചെയ്യണം, ഇന്ത്യ ട്രംപിനെ നൊബേലിന് ശുപാർശ ചെയ്യണം എന്നൊരാവശ്യം, സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസിന് ശുപാർശ ചെയ്യണം എന്നൊരാവശ്യം ട്രംപ് മോദിയോട് അവതരിപ്പിച്ചു. മോദി അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു സുഹൃത്തായിരിക്കെ തന്നെ, മൈ ഫ്രണ്ട് ആയിരിക്കെ തന്നെ കടുത്ത നിലപാട് ഈ വിഷയത്തിൽ മോദി സ്വീകരിച്ചു. കാരണം അത് മോദിക്ക് അത് സ്വീകരിക്കാനേ പറ്റൂ. കാരണം ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ആ യുദ്ധം അവസാനിപ്പിച്ചത് ഞാൻ ഇടപെട്ടിട്ടാണല്ലോ, അതുകൊണ്ട് എന്നെ റെക്കമെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. അത് പറ്റില്ല ഇന്ത്യ പറഞ്ഞു. അതാ പാകിസ്ഥാൻ സമ്മതിച്ചു, ഇന്ത്യ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതൊരു കാരണമാണെന്ന് ന്യൂയോർക്ക് ടൈംസ് എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ എത്രത്തോളം വാസ്തവമാണെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഭവമാണ്.